നമസ്കാരം, സജീവതരക്കാരനാണ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യലായിട്ട് പോത്തുപെരട്ട്, ചപ്പാത്തി, കപ്പ. അപ്പോൾ നമുക്ക് നല്ല കിടിലൻ പോത്തുപെരട്ട് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയെന്ന് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് അടുത്ത ഉലുവയാണ് ഇടുന്നത്. ഒരു 2 സ്പൂൺ കണക്കാണ് ഉലുവയിട്ട് അടുത്ത നമ്മളെ സ്റ്റാർ, പട്ട, ഒരു ഇലയിട്ട് അടുത്ത ജീരകവും പച്ചമുളക് അത് ഇങ്ങോട്ട് ചേർക്കുകയാണ്. ബ്രൗൺ കളർ ആവുന്നവരെ അതൊക്കെ ഇടിച്ച ചെറിയ ഉള്ളി ചേർക്കാം. ശേഷം നമ്മൾ പൊടിയും കാര്യങ്ങളൊക്കെ പിന്നെ ഇട്ട് വരുള്ളൂ. ഉള്ളി ചേർക്കാം. നമുക്ക് ഒരു 1/2 കിലോയാണ് ചേർക്കണം. 1.5 കിലോ പോത്തിന് 1/2 കിലോ ചെറിയ ഉള്ളി. എണ്ണ കുറവാണെങ്കിൽ ശകലം കൂടെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെ ഇറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി വേണം ചേർക്കാൻ. 1/2 കിലോ അടുപ്പിച്ച് 1/2 കിലോ വേണ്ട, ഒരു 400 ഗ്രാം സവാള ഉപ്പിട്ട് ഞെരടി വെച്ചതിന് ശേഷം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞു. കാരണം ഇത് അല്ലെങ്കിൽ ഇറച്ചി ഇനിക്കും. ഇടാം. ഉള്ളിയും പിന്നെ ബാക്കിയെല്ലാം വാടിയിട്ടുണ്ട്. നമുക്കിപ്പോ ഇറച്ചി ഇടാൻ സമയമായി. ഇറച്ചി ഇടാം. ഇറച്ചി നമ്മള് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, പച്ച വെളിച്ചെണ്ണ, ഇടിച്ച ഇഞ്ചി, പച്ചവെള്ളം എല്ലാം കൂടെ ഇട്ട് ഒരു മണിക്കൂറിന് അടുപ്പിച്ച് മാരിനേറ്റ് ചെയ്ത് വച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഉപ്പും പുരട്ടി വെച്ച് ശേഷമാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി ഇതിൽ കിടന്നാണ് ബാക്കിയുള്ള പരിപാടിയല്ല. അതിന് ശേഷമാണ് ഞങ്ങൾ ബാക്കി പൊടി ഐറ്റംസുകളൊക്കെ ഇറച്ചിയുടെ 3/4 ഭാഗം വേഗം ആയതിനു ശേഷമാണ് ഇത്. വിറകടുപ്പിലായതുകൊണ്ട് തന്നെ ടേസ്റ്റ് കൂടുതലാണ്. ഇനി നമുക്ക് ചെറുനാരങ്ങ ഒരു പീസ് പിഴിഞ്ഞൊഴിക്കുക. വേഗം ആവുമ്പോഴത്തേക്കാണ് ഇത് പിഴിഞ്ഞൊഴിക്കുന്നത്. നമുക്ക് ഇനി അടുത്ത മല്ലിപ്പൊടിയാണ് ഇതിൽ കൂടുതൽ മിന്നിട്ട് നിൽക്കാനുള്ളത്, അതായത് മുൻപോട്ട് നിൽക്കാനുള്ളത്. അതുകൊണ്ട് 2 പിടി മല്ലിപ്പൊടി ഈ എണ്ണയിൽ കിടന്ന് ഇതിനെ നന്നായിട്ടൊന്ന് മൂക്കണം. മല്ലിപ്പൊടിയാണ് കൂടുതൽ ഇടാനുള്ളത്, കാരണം നമ്മൾ പച്ചവളവും ഇഞ്ചിയൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ട്. അളവില് മുളക് പൊടി, കാശ്മീരിയാണ്, എരി കുറഞ്ഞ മുളക് പൊടിയാണ്. എണ്ണയിലും കിടന്ന് ഇതൊന്ന് മൂത്തതിന് ശേഷം ബാക്കി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. നമുക്ക് ലാസ്റ്റ് പെരുംജീരകവും ഇട്ടാണ് ഇത് ബാക്കി കാര്യങ്ങൾ തീർന്നത്. കുരുമുളക് പൊടി 1 സ്പൂണ് കണക്കാക്കി നമുക്ക് ഇടാം. വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒന്ന് യോജിപ്പിക്കാം. കറക്റ്റ് ഒന്ന് യോജിപ്പിച്ച് ഇതിലേക്ക് കറക്റ്റ് ചേർത്തതിന് ശേഷം പിന്നെ എരി കുറവുണ്ടെങ്കിലോ ബാക്കി ഉണ്ടെങ്കിലോ ബാക്കി നമുക്ക് ചേർക്കാനുള്ളതാണ്. വെച്ച് കഴിഞ്ഞാൽ ആ ഇറച്ചിയുടെ കറക്റ്റ് സ്മെല്ലോ മണമോ ഒക്കെ നമുക്ക് കറക്റ്റ് കിട്ടും. പ്രത്യേകിച്ച് പോത്തിറച്ചി. ഒന്ന് യോജിപ്പിച്ച് ഇതിലേക്ക് കറക്റ്റ് ചേർത്തതിന് ശേഷം പിന്നെ എരി കുറവുണ്ടെങ്കിലോ ബാക്കി ഉണ്ടെങ്കിലോ ബാക്കി നമുക്ക് ചേർക്കാനുള്ളതാണ്. മറ്റേത് പച്ച ചോദിക്കുന്നു. കറിവേപ്പില ഇടുമ്പോൾ എപ്പോഴും ഒന്ന് ഞവടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ ഇതിലേക്ക് ഒബ്സർവ് ചെയ്യും. അല്പം വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക. പോത്തുപെരട്ട് റെഡി. അപ്പോൾ ആഹാരമൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇല ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളിയായിട്ട് സലാഡ് റെഡിയാണ്. അതുപോലെ ചപ്പാത്തി, നല്ല കപ്പ, വെട്ടിയിട്ട വാഴയിലയുടെ മണ്ടയിലെല്ലാം കൂടെ കമത്തി അങ്ങ് തട്ടുകയാണ്. കപ്പയുടെ മുകളിലോട്ട് ഇതുപോലെ അങ്ങോട്ട് കോരി വെക്കുകയാണ് പോത്തുപെരട്ട്. കാങ്കറേറ്റ് കൂട്ടും പോലെ കോരി അങ്ങോട്ട് മറിക്കുകയാണ് ഇലയുടെ മുകളിലോട്ട്. എന്തായാലും ഇത്തവണ ന്യൂ ഇയർ പൊളിക്കുകയാണ്. ഇതുപോലെ എല്ലാവരും കൂടെ വട്ടം കൂടിയൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ഇതുപോലെയൊക്കെ പോയിട്ട് ആഹാരം പാകം ചെയ്ത് ന്യൂ ഇയറിന് കഴിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ 1000 ന്യൂ ഇയർ ആശംസകൾ അറിയിക്കുന്നു. നിങ്ങളും ന്യൂ ഇയർ പാർട്ടിക്ക് ഇതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് പോയിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. നല്ല വെന്ത കപ്പ, പോത്തുപെരട്ട്, ചപ്പാത്തി, സലാഡ് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ബൈ.